ഹലോ മക്കളെ, ഇന്ന് ഞാൻ ഒരു ചിക്കൻ കറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തനിച്ചെടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ്, വലിയ ഉള്ളി ഇല്ല. ഇത് മാത്രമാണ് ഒന്ന് എടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് കളർ മാറി വരട്ടെ. കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മളതിൽ തക്കാളി ഇടണം. ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. വലിയ തക്കാളി 3 എടുത്തിട്ടുണ്ട്, പഴുത്തത് നോക്കിയിട്ട്. നന്നായിട്ടൊന്ന് തക്കാളിയും കൂടെ വാടി വരട്ടെ. അതിലേക്കൊരു 3 പച്ചമുളക് ഞാൻ ചതച്ചതാണ്, അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്, 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇഞ്ചി പേസ്റ്റാക്കി വെച്ചതാണ്, അത് 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഗരം മസാല ഇവിടെ പൊടിച്ചതാണ്, അതൊരു 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടി എല്ലാ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി നിങ്ങൾ. കുറച്ച് ആവശ്യത്തിന് മല്ലി, 2 സ്പൂണ് മുളക് പൊടിയും 3 സ്പൂണ് മല്ലിപ്പൊടിയും 1 സ്പൂണ് ചിക്കൻ മസാലയും കൂടെ നന്നായിട്ട് വറുത്ത് വെച്ചതാണ്, അത് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, കല്ലുപ്പ് ആവശ്യത്തിനാണ്. അപ്പോൾ ഇതിലേക്ക് ചിക്കൻ ഇടുകയാണ്. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇതിലേക്ക് ഇടുന്നത്. വെള്ളമൊന്നും ഇല്ലാതെ എടുത്തെങ്കിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ഇങ്ങനെ തന്നെ ആവണം. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റും വരുവേ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക. ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഒന്ന് തുറന്ന് നോക്കാം. നന്നായി ആയി വന്നിട്ടുണ്ട്. വെള്ളമൊന്നും ഇല്ലാതെ ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളം ഒഴിക്കാറില്ല. ഇങ്ങനെ തന്നെ ആകാം. ആപ്പത്തിൻ്റെ കൂടെയോ ദോശയ്ക്കോ ചോറിനോ എല്ലാം നന്നായിട്ടുണ്ടാവും കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് കമൻറ്റിൽ ഇടണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് അടിക്കണം. എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം.